ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ എഗ് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി ലോ ഫ്ലെയിമിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തൊന്ന് ചൂടാക്കി പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 4-5 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് 2 വലിയ തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒപ്പം തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രുചികരമായ മുട്ട റോസ്റ്റ് റെഡി.